പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതായി പരാതി. സ്കൂൾ വരാന്തയിൽ നിന്നാൽ കൈ എത്തിപ്പിടിക്കാവുന്ന തരത്തിലും സ്കൂൾ ഗ്രൗണ്ടിന് മധ്യത്തിലൂടെയും വൈദ്യുതി ലൈനുണ്ട്. KSEB അധികൃതരെ വിവരം അറിയിച്ചിട്ടും സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. സ്കൂളിലാണ് വളരെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ സ്കൂളിൻ്റെ നടുവിലൂടെ നടുവിലൂടെ കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ലൈൻ കടന്നു പോകുന്നതിൻ്റെ താഴെ കുട്ടികൾക്കായിട്ട് LKG UKG നേഴ്സറി കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള അവരുടെ കളി ഉപകരണങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഇരുമ്പിലാണ്. ഈ ലൈൻ പൊട്ടി വീഴുകയാണെങ്കിൽ നേരെ അതിൻ്റെ മുകളിലാണ് പതിക്കുന്നത്. ആ പോസ്റ്റ് തന്നെ വളഞ്ഞ് ഒടിയാറായി നിൽക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് HMന്റെ ഓഫീസാണ്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഹൈസ്കൂള് 8, 9, 10 ക്ലാസ്സുകൾ ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഈ ഓഫീസ് റൂമിനോട് ചേർന്ന് തന്നെയാണ്. കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലാണ് വൈദ്യുതി ലൈന് കടന്നു പോകുന്നത്. കുട്ടികൾ നടന്നു പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ഇത്തരത്തിൽ പല ദൗർഭാഗ്യകരമായ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു അനാസ്ഥ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ അനാസ്ഥ. നിരവധി കുട്ടികളും ആളുകളും ഒക്കെ വരുന്ന സ്ഥലമാണ്. ഇതിലേതെങ്കിലും രീതിയിൽ അധികൃതർ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടോ? സ്വാതി, അങ്ങനെ തന്നെയാണ്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ അപകടത്തിന് പിന്നാലെ ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. ആ സ്കൂളിലെ ഇതിന് സമാനമായി, തേവലക്കര സ്കൂളിന് സമാനമായാണ് വൈദ്യുതി ലൈൻ അപകടകരമായ നിലയിൽ സെൻറ്റ് ജോർജ് കോന്നി ഇളകൊള്ളൂരിലെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലും കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾ കളിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിന് തൊട്ട് മുകളിലായാണ് ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഗ്രൗണ്ടിന് മുകളിലൂടെ എന്ന് മാത്രമല്ല, ആ സ്കൂളിലെ ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിലയിൽ നിന്നും കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ മാത്രമാണ് ആ വൈദ്യുതി ലൈൻ ഉള്ളത്. ചെറിയ കുട്ടികളടക്കം ആ സ്കൂളിലുണ്ട്. ഇവർ കളിക്കുന്ന ഭാഗത്തേക്കും ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശുചിമുറിയുടെ ഭാഗത്തേക്കും ഈ വൈദ്യുതി ലൈൻ അപകടകരമായ നിലയിൽ ഉണ്ട് എന്നാണ് രക്ഷിതാക്കളടക്കം പറയുന്നത്. നിരവധി തവണ KSEB അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പുനഃസ്ഥാപിക്കാനോ അപകടകരമായ നില ഒഴിവാക്കാനോ ഇതുവരെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. നമുക്കറിയാം, ആ വരാന്തയിൽ നിന്നുകൊണ്ട് കയ്യെത്താവുന്ന ദൂരത്തിൽ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും സമാനമായ രീതിയിൽ തേവലക്കര സ്കൂളിൽ സംഭവിച്ചതുപോലെ അതാണ് കൃത്യമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം. കുട്ടികൾ വരുന്ന സ്ഥലമാണ്. അതിൽ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്.